അസ്സലാമു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ബീഫ് കറി എങ്ങനെ തയ്യാറാക്കാൻ നമുക്ക് നോക്കാം. ഇവിടെ കുറച്ച് സവോള കുക്കറിൽ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒരു വെമ്പയിലും കൂടെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് പുതിന ഇലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബീഫ് ഞാൻ നേരത്തെ ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. സവോളയൊക്കെ നല്ല രീതിയിൽ വഴണ്ടിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണ് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ എരി വേണ്ടാത്തതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ മാത്രം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. മണം പോകുന്നത് വരയ്ക്കും നമുക്കിത് വഴറ്റിയെടുക്കാം. അങ്ങനെ പച്ച മസാലയുടെ മണമൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് 1 തക്കാളി ഞാൻ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. അര ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇളക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ക്ലീനാക്കി വെച്ചിരുന്ന ബീഫ് ഇതിലേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. 1.25 കിലോയോളം ബീഫുണ്ട് ഇതിലേക്ക്. നമുക്കങ്ങനെ ഇതിലോട്ട് തട്ടിയിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാ മസാലയും ആ ബീഫിൽ പൊതിഞ്ഞ് നല്ല ഇരിക്കണം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ലേശം ഓയിലും കൂടെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 3 വിസിൽ മതിയാവും ഇത് കുക്ക് ചെയ്ത് റെഡി ആവാനായിട്ട്. അങ്ങനെ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല വെന്ത് പാകമായി എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ഈ രീതിയിലൊന്ന് ബീഫ് കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ടേസ്റ്റാണ്. നെച്ചോറിനൊക്കെ അടിപൊളിയാണ്. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയുമായി